ഹലോ. അപ്പം നമ്മുടെ വാപ്പാനെ കാണാൻ വേണ്ടിയിട്ട് പോവേണ് കേട്ടോ. അപ്പച്ചിയും കൂടെ ഉള്ളതുകൊണ്ട് ബസ്സിലാണ് പോണത്. തേരി മൊത്തം യാസ കയറി നടക്കുകയാണ്. യാസയ്ക്ക് നടക്കാൻ പോലും വയ്യ കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് അപ്പച്ചീനെ വിളിച്ചുകൊണ്ട് ബസ് കയറാൻ വേണ്ടിയിട്ട് വിട്ടൂർ പോയി. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ബസ്സൊന്നും അധികം ഇല്ല കേട്ടോ. നമുക്ക് കുറേ നേരം നിന്നപ്പോൾ ഒരു ബസ് കിട്ടി. അതിൽ കയറി ചിറയൻകീഴ് ഇറങ്ങണം. ചിറയൻകീഴിൽ നിന്ന് പിന്നെ ബസ് കയറി പോകണം കേട്ടോ. നൈനാങ്കോണമാണ് സ്ഥലം. നമ്മൾ ചിറയൻകീഴ് എത്തിയിട്ടുണ്ട്. ഇനി ചിറയൻകീഴിൽ നിന്ന് ബസ് കോരാണി പോണ ബസ്സിൽ കയറിയിട്ട് കഷായ ആശുപത്രി ആ ജംഗ്ഷനിൽ ഇറങ്ങണം. എന്നിട്ട് അവിടെ നിന്ന് ഓട്ടോയിൽ പോകണം. നൈനാങ്കോണം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഓട്ടോയിൽ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹസാഗരം എന്നാണ് അവിടെ പേര് പറയുന്നത്. വാപ്പാക്ക് ഇപ്പം അവിടെ നിൽക്കാൻ വയ്യെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വീട്ടിൽ വരട്ടെ. ഇതാണ് എൻ്റെ വാപ്പ കേട്ടോ. തിരിച്ച് എന്നെ കൂടെ കൊണ്ടുപോകുമെന്നൊക്കെ വാപ്പ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് നിർത്താൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ വാപ്പാനെ കണ്ടിട്ടൊക്കെ ഇറങ്ങി ആറ്റിങ്ങിലെത്തി. ആറ്റിങ്ങിൽ വന്നപ്പോഴത്തേക്കും നമുക്ക് പണയക്കടവ് വഴി വക്കം വഴി പോണ ബസ്സാണ് കിട്ടിയത്. നമ്മുടെ റൂട്ട് പോണ ബസ് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആ ബസ്സിൽ കയറിയിട്ട് ഇതാണ് പണയക്കടവ് കേട്ടോ. പണയക്കടവ് പാലം. നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ വീടെത്താറായി. കുറേ നാളായില്ലേ ബസ്സിലൊക്കെ കയറിയിട്ട്. ഇപ്പോൾ എപ്പോഴും സ്കൂട്ടിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. അപ്പോൾ എനിക്ക് നല്ല തലവേദനയായി കേട്ടോ. പിന്നെ ഒന്ന് ഇലക്ഷൻ്റെ കലാശക്കൊട്ടുമാണ്. അപ്പോൾ റോഡിലൊക്കെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമ്മൾ വിട്ടൂർ വന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയി കേട്ടോ. പിന്നെ എനിക്കിന്ന് അയൽക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അയൽക്കൂട്ടത്തിലുമൊക്കെ പോയി. ഞാൻ ഡാൻസ് ക്ലാസ്സിലൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.